നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടാക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ പാഠമായ ഛട്പട്ട് ഓർ നട്ട്കട്ട് പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് ഭാഗമാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നോക്കാം. ഛട്പട്ട് കോ തൈർന ആതാ താ. ഛട്പട്ടിന് നീന്താൻ അറിയാമായിരുന്നു. ഉസ്നെ ജഡ് अपना बस्ता पेड़ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. उसने അവൻ ജഡ് പെട്ടെന്ന് തന്നെ അപ്പന ബസ്ത പീഡ് സെ ഉത്താർക്കർ അവൻ അവൻ്റെ ബാഗ് പുറത്തു നിന്നെടുത്ത് പുൽക്കി മുണ്ടേർ പർ പാലത്തിൻ്റെ കൈവരിയിൽ, മുണ്ടേർ എന്ന് പറഞ്ഞാൽ കൈവരി, പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ട് വെച്ചിട്ട് ഓ നദിമേ കൂത്പട നദിയിലേക്ക് അവനെന്ത് ചെയ്ത് എടുത്ത് ചാടി. കൂതന എന്ന് പറഞ്ഞാൽ ചാടുക. തോടി ദൂർ തൈർനേക്കെ ബാദ് കുറച്ച് ദൂരം നീന്തിയതിന് ശേഷം ഉസ്നെ നട്ട്കട്ട് കോ പക്കട്ട് ലിയ അവൻ എന്ത് ചെയ്തു, ചട്പട്ട് എന്ത് ചെയ്തു, നട്ട്കട്ടിനെ പിടിക്കാൻ കഴിഞ്ഞു. ഓർ കിനാരെ പർ ലേ ആയ എന്നിട്ട് അവനെ തീരത്തേക്ക്, കരയിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ചട്പട്ട് കോ ഇത്തിന ഗുസ്സ ആ രഹാ താ കി നട്ട്കട്ട് കോ ദോ ചാപ്പട്ട് ലഗായെ. അപ്പോൾ ചട്പട്ടിന് ഇത്രത്തോളം ദേഷ്യം വന്നു, ചട്പട്ടിന് എന്താണ് നല്ല ദേഷ്യം വന്നു, നട്ട്കട്ടിന് 2 അടി കൊടുക്കാൻ തക്ക ദേഷ്യം ചട്പട്ടിന് വന്നു. പർ നട്ട്കട്ട് ഇത്തിന ഡറ പക്ഷേ നട്ട്കട്ട് വളരെയധികം ഭയന്നിട്ടുണ്ടായിരുന്നു. ഓർ ഗബരാ ഹുവ ദാക്കി അവൻ വളരെയധികം നട്ട്കട്ട് വല്ലാതെ പേടിച്ചും പരിഭ്രമിച്ചും ഇരുന്നത് കൊണ്ട് ഗബരാ ഹുവ ദാക്കി ഉസേ ചോട്ടെ ബായ് പർ പ്യാർ ആകയ. അപ്പോൾ ചട്പട്ടിന് നട്ട്കട്ടിനോട്, അനുജനോട് സ്നേഹം തോന്നി. ഉസ്നെ നട്ട്കട്ട് കാ ഹാത്ത് പക്കടെ ഉസ്കാ ബസ്ത ഉടായ ഓർ പുൽ തക് പहुंचने वाली ചടായി ചടനെ ലഗ. അവൻ എന്ത് ചെയ്തു, നട്ട്കട്ടിൻ്റെ കൈ പിടിച്ചിട്ട് ഹാത്ത് പക്കടെ ഉസ്കാ ബസ്ത ഉടായ അവൻ്റെ ബാഗ് എടുത്തു. ഓർ പുൽ തക്ക് എന്നിട്ട് പാലം വരെയും പहुंचने വാലി പാലം വരെയും എത്താനുള്ള ചടായി ചടനെ ലഗ. ചടായി എന്ന് പറഞ്ഞാൽ കയറ്റം കയറി. പുൽ പർ പहुंचा ही താക്കി നട്ട്കട്ട് അചാനക് ഗാല ഫാഡ്കർ റോനെ ലഗ. പാലത്തിൽ എത്തിച്ചേർന്നപ്പോൾ നട്ട്കട്ട് എന്ത് ചെയ്ത്, പെട്ടെന്ന് തന്നെ ഉറക്കെ കരയാൻ തുടങ്ങി. ചട്പട്ട് ने कहा अब तो तुम बह जाने से बच गए हो फिर क्यों रो रहे हो. അപ്പോൾ ചട്പട്ട് ചോദിച്ചു, अब तो तुम बह जाने से बच गए, ഇപ്പം നീ രക്ഷപ്പെട്ടല്ലോ, फिर क्यों रो रहे हो പിന്നെ എന്തിനാ നീ കരയുന്നത്. നട്ട്കട്ടിനെ രോത്തെ കഹ. അപ്പോൾ നട്ട്കട്ട് എന്താണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, തും ഘർ ജാക്കർ മാംസെ മേരി ശിക്കായത്ത് കരോഗി. നീ വീട്ടിൽ ചെന്ന് അമ്മനോട് എന്നെപ്പറ്റി പരാതി പറയൂലേ. അഗർ നാ കരൂ തോ ജോ കഹോ. പറയാതിരുന്നാൽ അതുപോലെ ചെയ്യാം എന്ന് മറുപടി പറയണം. നട്ട്കട്ട് കാ രോന ബന്ദ് ഹോ ഗയ. അപ്പോൾ നട്ട്കട്ട് എന്ത് ചെയ്ത്, കരയുന്നത് നിർത്തി. അപ്പോൾ ചട്പട്ട് പറയാണ്, മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത തും സിക്കാ ദോഗേ. അപ്പോൾ എന്തെന്നാ പറയുന്നത്, എനിക്ക് കടലാസ് വെള്ളമുണ്ടാക്കാൻ അറിയില്ല, കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയില്ല, നീ എന്നെ പഠിപ്പിക്കണം, നീ എന്നെ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കണം, നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ. അപ്പോൾ പറയണം ഹാം ഉസ്മേ ക്യാ. അപ്പോൾ നട്ട്കട്ട് പറയണം അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം എന്നുള്ള രീതിയിൽ നട്ട്കട്ട് പറഞ്ഞു. നട്ട്കട്ട് ഖുഷ് ഹോക്കർ ബോല. സന്തോഷത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത്. പർ മുझे തൈർന നഹി ആത്ത. അപ്പോൾ നട്ട്കട്ട് പറയാണ്, എനിക്ക് നീന്താൻ അറിയൂല, തും സിക്കാ ദോഗേ നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ. അപ്പോൾ ഹാം ഉസ്മേ ക്യാ ഹുവ, അതിനെന്താ. ചട്പട്ട് ने മുസ്കുരാത്തെ ഹുയെ നട്ട്കട്ട് के शब्दों की नकल की और दोनों भाई हंस पड़े. ചട്പട്ട് എന്ത് ചെയ്ത്, ചിരിച്ചുകൊണ്ട് നട്ട്കട്ടിൻ്റെ ആയ വാക്കുകളെ നെക്കൽക്ക് എന്ന് വെച്ചാൽ അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. ഓർ ദോനോ ഭായ് ഹസ് പടെ എന്നിട്ട് 2 സഹോദരന്മാരും എന്ത് ചെയ്തു, ചിരിച്ചു. ലേക്കിൻ झटपट നട്ട്കട്ട് കാ ബസ്ത ഉസേ പക്കടാക്കർ. എന്നിട്ട് എന്ത് ചെയ്തു, झटपट നട്ട്കട്ടിൻ്റെ ബാഗ് ഉസേ പക്കടാക്കർ അവനെ കൊണ്ട് പിടിപ്പിച്ചിട്ട്
പുൽക്കി മുണ്ടേർ പർ, പാലത്തിൻ്റെ കൈവരിയിൽ ചട്പട്ടിൻ്റെ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മുണ്ടേർ പർ സെ, ആ കൈവരിയിൽ നിന്നും അപ്പന ബസ്ത ഉടായ, അവൻ അവൻ്റെ ബാഗ് എടുത്തു, ചട്പട്ടിൻ്റെ ബാഗ് എടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല, എന്നിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അരെ ചോട്ടെ ഹം ദോനോं के कपड़े भीग गए हैं. അനുജ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ നനഞ്ഞല്ലോ. हम भीगे कपड़ों में देख माँ पूछेंगी तो क्या कहेंगे. നമ്മളെ നനഞ്ഞ വസ്ത്രങ്ങളുമായി കണ്ടാൽ അമ്മ ചോദിക്കും, നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഹാ ബഡേ, അപ്പോൾ ചേട്ടാ എന്ന് പറയണം. അതെ, ഹാ ബഡേ അബ്, അപ്പോൾ ചേട്ടാ ഇപ്പോൾ എന്ന് പറയുന്നു. എന്നിട്ട് നട്കട്ടിനെ ഏക് ബൽ സോച്ച ഓർ ബോല, നട്കട്ട് ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറഞ്ഞു, ആവോ ദോട് ലഗാത്തെ ഹേ, നമുക്ക് ഓടിയാലോ. അപ്പോൾ നട്കട്ട് എന്ത് ചെയ്തു, ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് ഓടിപ്പോകാം. കപ്പടെ അപ്പനെ സൂഖ് ജായെങ്കെ, അപ്പനെ ആപ്പ് സൂഖ് ജായെങ്കെ, അപ്പോൾ എന്താ, വസ്ത്രങ്ങൾ തനിയെ ഉണങ്ങിക്കോളും. അപ്പനെ ആപ്പ് സൂഖ് ജായെങ്കെ, അപ്പോൾ ഓടുമ്പോൾ വസ്ത്രങ്ങൾ തനിയെ തന്നെ ഉണങ്ങിക്കോളും. ഹാം യഹ് ടീക്ക് ഹെ, അപ്പോൾ അത് ശരിയാണ്. ഹാം യഹ് ടീക്ക് ഹെ, അത് ശരിയാണ്. ചട്പട്ടിനെ അപ്പന ബസ്ത പീഠ് പർ ഡാങ്ത്തെ ഹുയെ കഹ, ചട്പട്ട് തൻ്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ട് പറഞ്ഞു. നട്കട്ടിനെ ബി അപ്പന ബസ്ത പീഠ് പർ ഡാങ്ക് ലിയ, നട്കട്ടും എന്ത് ചെയ്ത് അവൻ്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ടു. ഓർ ചട്പട്ടിക്ക് ബരാബർ ഗഡേ ഹോക്ക, എന്നിട്ട് ചട്പട്ടിനെ തുല്യമായിട്ട് നിന്നു. ദോട് ശുരു കർണേക്ക് അന്താസ് മേ ബോല, ഓട്ടം ആരംഭിക്കാനുള്ള രീതിയിൽ പറഞ്ഞു. ഏക് ദോ തീൻ, 1 2 3 എന്ന് പറയുന്ന പോലെ തന്നെ ഏക് ദോ തീൻ, ഓട്ടം. അപ്പോൾ അവർ ഓടാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും ഈക്വലായിട്ട് തുല്യമായിട്ട് നിന്നു. അതിന് ശേഷം ഇത് ഓട്ടം ആരംഭിക്കുന്ന രീതിയിൽ പറയുകയാണ്. ഏക് ദോ തീൻ അങ്ങനെ പറഞ്ഞു. ദോനോ ദൗഡ് പടേ, എന്നിട്ട് എന്ത് ചെയ്തു, രണ്ടുപേരും ഓടി. ആകെ പീച്ചെ നെഹിം, ഫ്രണ്ടിലും ബാക്കിലും അല്ല. ഏക്ക് ദൂസരേക്ക് ഹാത്ത് പക്കടെ സാത്ത് സാത്ത്, രണ്ടുപേരും പരസ്പരം കൈ പിടിച്ചിട്ട് ഒരുമിച്ചാണ് അവർ ഓടുന്നത്. സർദിയാം അഭി ശുരു നിഹിം ഹുയി തി, തണുപ്പുകാലം തുടങ്ങിയിരുന്നില്ല. മോസം സാഫ്ത, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ചട്കീലി ധൂപ് നിക്കിലി ഹുയി തി, തിളങ്ങുന്ന വെയിൽ പരന്നിരുന്നു. ദോനോ ബായി മസേമേ ദൗഡ്തേ ചലേ ഗയേ, രണ്ട് സഹോദരന്മാരും ഉത്സാഹത്തോടെ ഓടിപ്പോയി. നാല പാർക്കിയ, തോട് മറികടന്നു. ബാഗ് പാർക്കിയ, പൂന്തോട്ടം മറികടന്നു. ഖേത്ത് പാർക്കിയ, വയലും മറികടന്നു. ബർഗദ് കോബി പീച്ചെ ചോട് ദിയ, എന്താ ആൽമരവും എന്ത് ചെയ്തു, പിന്നിട്ടു, അതും കഴിഞ്ഞു. ലേക്കിൻ പോക്കർ തക് പहुँचते ദോനോ ദബ് ഗയേ ഓർ രുക് ഗയേ, പക്ഷേ കുളം വരെ എത്തിയപ്പോഴേക്കും രണ്ടുപേരും ക്ഷീണിച്ചിരുന്നു. അവർ അവിടെ രുക് ഗയേ, അവിടെ നിന്നു. അപ്പോഴേക്കും അവർ ടയേർഡായി, അപ്പോൾ അവരവിടെ നിന്നു. കപ്പടെ സൂഖ് ഗയേ ചോട്ടെ, വസ്ത്രങ്ങൾ ഉണങ്ങിയല്ലോ അനുജ. ചട്പട്ടിനെ ഹാപ്തേ ഹുയെ ലേക്കിൻ ഹുഷ് ഹോത്തെ ഹുയെ കഹ, ചട്പട്ട് കിതച്ചുകൊണ്ട് എന്നാൽ സന്തോഷത്തോടെ പറഞ്ഞു. ഹാ ബഡേ വാക്കൈ കപ്പടെ തോ സൂഖ് ഗയേ, അതെ ചേട്ടാ, ശരിക്കും വസ്ത്രങ്ങൾ ഉണങ്ങി. നട്കട്നെ ബി ഖുഷ് ഹോക്കർ കഹ, നട്കട്ടും സന്തോഷത്തോടെ പറഞ്ഞു. തബി നട്കട്ട് കോ പോക്കർ കിനാരെ എക് ചിക്കനി ഗിട്ടി ദിക്കായി പടി, അപ്പോൾ നട്കട്ട് കുളത്തിൻ്റെ അരികിൽ ഒരു തിളങ്ങുന്ന കല്ല് കിടക്കുന്നത് കണ്ടു. ഗിട്ടി ചെറിയ കല്ല്. നട്കട്നെ ഉസെ ഉഡാ ലിയ, നട്കട്ട് അത് എടുത്തു. और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അതെടുത്തിട്ട് നട്കട്ട് എന്ത് ചെയ്തു, അതെടുത്ത് വീശി എറിഞ്ഞു. ആ കല്ല് വെള്ളത്തിന് മുകളിലൂടെ ചാടി ചാടി ദൂരേക്ക് പോയി. देखा देखी चटपट ने भी एक गिट्टी उड़ाकर फेंक दी, അത് കണ്ട് ചട്പട്ടും ഒരു മിന്നുന്ന കല്ലെടുത്ത് എറിഞ്ഞു.
लेकिन उसकी गिट्टी एकदम पानी में गुडुप हो गई. എന്നാൽ അവൻ എറിഞ്ഞ കല്ല്, ആ കല്ല് എന്തായി, പെട്ടെന്ന് വെള്ളത്തിൽ അപ്രത്യക്ഷമായി. ഗുഡുപ്പ് ഹോന എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുക. ബഡേ തുംകോ ഗിട്ടി പൈറാന നഹി ആത്താ. ചേട്ടാ, നിങ്ങൾക്ക് കല്ലിനെ തുള്ളിച്ചെറിയാൻ അറിയില്ലേ? നട്ട്കട്ട് ചോദിക്കുകയാണ്, ചേട്ടാ നിങ്ങൾക്ക് കല്ല് തുള്ളിച്ചെറിയാൻ അറിയില്ലേ? അപ്പോൾ ചട്പട്ട് പറയാണ്, ഹാ ചോട്ടെ തും സിക്കാ സക്തേ ഹോ. അതെ അനുജ, നിനക്ക് പഠിപ്പിക്കാൻ കഴിയുമോ? നീ എന്നെ പഠിപ്പിച്ചു തരുമോ? അപ്പോൾ നട്ട്കട്ട് പറയാണ്, ക്യോं नहीं अभी लो. नटखट ने ध्यान से नीचे देखकर एक गिट्टी उड़ाई. അപ്പോൾ നട്ട്കട്ട് എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി, ധ്യാൻ സെ നീച്ചെ ദേക്കർ, വളരെ ശ്രദ്ധയോടുകൂടി താഴേക്ക് നോക്കിയിട്ട്, എക്ക് ഗിട്ടി ഉടായി, ഒരു ചെറിയ കല്ലെടുത്തു. ഓർ ചട്പട്ട് കോ ദിക്കാത്തെ ഹുയെ ബോല, എന്നിട്ട് ചട്പട്ടിനെ കാണിച്ചുകൊണ്ട് പറയുന്നു, ഗിട്ടി ഐസി ലോ, കല്ല് ഇതുപോലെയുള്ളതായിരിക്കണം, ജോ ജ്യാദ ഭാരി, അധികം ഭാരവും പാടില്ല, ഗുർദുരി നാ ഹോ, അതായത് പരുപരുത്തതും ആവാൻ പാടില്ല, ഹൽക്കി ഓർ ചിക്കനി ഹോ, നേരിയതും തിളങ്ങുന്നതുമായിരിക്കണം, ഓർ ഉസെ ഇസ് തരഫ് ഫേങ്കോ, എന്നിട്ട് അതിനെ ഇതുപോലെ എറിയണം. ലേക്കിൻ അബ് തക് ജട്പട്ട് കാ ധ്യാൻ ബാൻ ചുക്കാത, എന്നാൽ അപ്പോഴേക്കും ജട്പട്ടിൻ്റെ ശ്രദ്ധ മാറിക്കഴിഞ്ഞിരുന്നു. വഹ് പോക്കർ കെ പാനി പർ തൈർത്തി ബതങ്കോं को ധ്യാൻ സെ ദേഖ് രഹാ താ. പക്ഷെ അപ്പോഴേക്കും ചട്പട്ടിൻ്റെ എന്താണ്, ശ്രദ്ധ മാറിക്കഴിഞ്ഞിരുന്നു. അവൻ കുളത്തിൻ്റെ മുകളിലൂടെ നീന്തുന്ന ആരെയാണ്, താറാവുകളെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. അവൻ വെള്ളത്തിൽ നീന്തുന്ന താറാവുകളെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ പാഠഭാഗം കഴിഞ്ഞു. ഇനി പാഠഭാഗത്തു നിന്നും വരുന്ന ടെസ്റ്റ് വർക്കും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.